ഞാൻ ഷാവുൽ അമീദ്. സ്ഥലം എവിടെയായിരുന്നു? കുണ്ടോട്ടി. അടുത്തുള്ള അയ്യൂബ്. അയ്യൂബ്. ഞാൻ മൊയ്തീൻ. മിഫന്ന ഗാർഡൻ നടത്തുന്ന ആളാണ്, നഴ്സറി നടത്തുന്ന ആളാണ്. കീഴ്ശ്ശേരി അല്ലേ? ഓക്കെ. ഓവറോൾ ഇവിടെ വന്നിട്ട് പ്ലാന്റുകളൊക്കെ കണ്ടു, ഇവിടെ നടന്ന് കണ്ടോ? തീർച്ചയായും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? നിറയെ പ്ലാന്റുകളുണ്ട്, ഒത്തിരി വെറൈറ്റികളുണ്ട്. ഒരു മാന്യമായ പ്രൈസിൽ ഇവർ നൽകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സാധനങ്ങളൊക്കെ കണ്ടോ? മദർ പ്ലാന്റുകളൊക്കെ കണ്ടോ ഇവിടെ ഉള്ള? മദർ പ്ലാന്റുകൾ കണ്ടു. ഫ്രൂട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? കഴിച്ചോ? കഴിക്കാനൊന്നും അദ്ദേഹം തന്നില്ല. മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അയാൾ തരൂല. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. പിന്നെ എങ്ങനെ ഓവറോൾ പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്തോ? കുറച്ചെല്ലാം കളക്ട് ലിസ്റ്റ് ചെയ്തു. നാളെ വന്നിട്ട് എടുക്കാന്നുള്ള പ്ലാനിങ്ങിലല്ലേ? ഓക്കെ. അപ്പോൾ ഓവറോൾ ഹാപ്പിയാണ്. തീർച്ചയായും. ക്വാളിറ്റിയുള്ള തൈകളാണ് ഇവിടെ എല്ലാം. ക്വാളിറ്റി അല്ല, പിന്നെ നമ്മളെ പല തൈകളും കാഴ്ച നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെ നാട്ടിൽ കാഴ്ച മല്ലികന്റെ തൈ കാണാന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണല്ലോ. ഓക്കെ. എങ്ങനെയുണ്ട് ഓവറോൾ റേറ്റ് ഒക്കെ കണ്ടപ്പോൾ എങ്ങനെ തോന്നി? റേറ്റ് ഒക്കെ കേട്ടപ്പോഴൊക്കെ റേറ്റൊക്കെ നല്ല പ്രൈസാണ്. നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. വന്നെടുക്കുന്നവർക്ക് ഒരു ലാഭമായിട്ട് തോന്നി എന്തായാലും. നഴ്സറികളൊക്കെ കുറവാണ് റേറ്റ്. ഓക്കെ. ക്വാളിറ്റിയാണ് തൈകളൊക്കെ. ഓക്കെ, നോക്കാം. കടയിൽ നിന്ന് വാങ്ങണ മാതിരി നമ്മൾ കടയിൽ നിന്ന് ഈ സാധനം വാങ്ങുകയാണെങ്കിൽ പിന്നെ അത് വാങ്ങി തിന്നൂല്ല, നടുവില്ല. ഇങ്ങനെ ഇത് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വാങ്ങാൻ തോന്നുന്നത്. കടയിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചോ പിന്നെ ഈ ബ്രാൻഡ് വാങ്ങി നടുകയില്ല. ഇത് കഴിച്ചത് പൊത്തന്നെ വാങ്ങി പോകുന്നതാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ശരിക്കും നമ്മൾ ഖുർആനിലൊക്കെ പറഞ്ഞ വത്തീനി വസൈത്ത് എന്ന് പറയും. അതിൽ തീൻ എന്ന് പറഞ്ഞ സാധനമാണിത്. ഇത് ശരിക്കും നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു മെഡിസിനാണ്. റഷീദ് മലപ്പുറം, റസിൻ എക്സോട്ടിക്, മലപ്പുറം ടൗണിൻ്റെ അടുത്ത് 3 കിലോമീറ്റർ. ഞാൻ ഇന്ന് പുതിയൊരു അപ്ഡേഷൻ, അതായത് ഫിഗിൻ്റെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഫിഗ് അത്തിനെ കുറിച്ച്. കാരണം ഇവിടെ ഈ തണലത്തിയാണ് കാര്യമായിട്ട് നമ്മളെ നഴ്സറികളിലൊക്കെ കിട്ടുന്നത്. ഇത് അറേബ്യൻ വെറൈറ്റികളാണ്. അറേബ്യൻ വെറൈറ്റിയിൽ തന്നെ ഏകദേശം അടുത്ത് 10-12 വെറൈറ്റി ഉണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, അഫ്ഗാൻ്റെ വെറൈറ്റി ഉണ്ട്, ഈജിപ്ഷ്യൻ വെറൈറ്റി ഉണ്ട്, പിന്നെ സൗദിയിൽ നിന്ന്, UAE നിന്ന്, അതേപോലെ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഒരുപാട് വെറൈറ്റി, US നിന്ന് എടുത്ത വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അത്തികൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം നല്ല റിസൾട്ടാണ്, പക്ക റിസൾട്ടാണ്. ഇതാ ചെറിയ കുഞ്ഞു തൈകളിൽ വരെ ഇതുപോലെ കായ്ച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മളെ നാട്ടിലുണ്ട് പൂന റെഡ്, അതേപോലെ തുർക്കി ബ്രൗണിൻ്റെ ഇവിടുത്തെ ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷേ അതൊക്കെ ചെറിയ വിലയുള്ളൂ, 150 രൂപയൊക്കെ അതിന് കായോടുള്ള തൈകൾക്ക് വില. പക്ഷേ ഇതൊക്കെ അറേബ്യൻ വെറൈറ്റികളാണ്. ഇത് ശരിക്കും നമ്മൾ ഖുർആനിലൊക്കെ പറഞ്ഞ വത്തീനി വസൈത്ത് എന്ന് പറയും. അതിൽ തീൻ എന്ന് പറഞ്ഞ സാധനമാണിത്. ഇത് ശരിക്കും നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു മെഡിസിനാണ്. വയറു സംബന്ധമായുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ അതിനെക്കുറിച്ച് ഫിഗ് ഇത് അത്യാവശ്യം നല്ല നിലയിൽ കായ്ക്കുന്നുണ്ട്, നല്ല റിസൾട്ടാണ്. ഇതൊക്കെ പഴുത്ത് വരികയാണ്. ഇത് യെല്ലോ കളർ വരുന്നതാണ്. ഇതിൽ യെല്ലോയിൽ വരുന്നുണ്ട്, പർപ്പിൾ വരുന്നുണ്ട്, ബ്രൗൺ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. പോരാത്തതിന് വെരിഗേറ്റഡ് ആയിട്ട് വരുന്നതും എല്ലാ വെറൈറ്റീസും ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ അറേബ്യൻ വെറൈറ്റികളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ തൈകൾ കാണിക്കാം, വിൽപ്പനക്കുള്ള തൈകൾ കാണിക്കാം. കാഴ്ച തൈകളാണെങ്കിൽ ഒരു 2 മാസം വെയിറ്റ് ആണെങ്കിൽ കായോടുകൂടുള്ള തൈകൾ കൊടുക്കും. പിന്നെ പൂന റെഡും ഒക്കെ വേണമെങ്കിൽ കായോടുകൂടുള്ള തൈകൾ കൊടുക്കാം. നമുക്ക് ഇതിന്റെ പരിപാലനം എൻ്റെ ഒരു അറിവിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഇത് ശ്രദ്ധിക്കാണ്ട് ഇത് അത്തി പറഞ്ഞ് കൊണ്ടുപോയതുകൊണ്ട് കാര്യമില്ല. ശരിക്കും അത്തി കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇത് മഴ കൊള്ളിക്കാൻ പറ്റില്ല. മഴ കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകളൊക്കെ പോയിട്ട് പിന്നെ ചെടി ഭംഗിയില്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ചെറിയ പോട്ട് മതി, ഒരു 10 ഇഞ്ച് പോട്ടിൽ നമ്മൾ ചെയ്താൽ മതി. അത് പിന്നെ നമ്മൾ വീട്ടുകാർക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന കോലത്തിൽ. അപ്പോൾ മഴ സീസൺ ആകുമ്പോൾ സമയത്ത് നമ്മൾ കാർ ഷെഡിൽക്കോ എങ്ങോട്ടും മാറ്റി വെച്ചാൽ വേനലിൽ പുറത്തേക്ക് ഇറക്കി വെക്കുക. ഉഷാറായിട്ട് കായ്ക്കും, സീസൺ ഇല്ലാണ്ട് കായ്ക്കും, നല്ല ടേസ്റ്റാണ്. നല്ല ഇതിൽ വേറെ ഇതുണ്ടോ, ഇത് ബ്രൗൺ കളർ വരുന്നുണ്ട്. ഇതൊന്ന് പറിക്കട്ടെ. പറിച്ചു, കൈ പോകുന്നല്ലേ. ഇതുണ്ടോ, ഇത് ബ്രൗൺ കളർ വരുന്നതാണ്. ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും. ഇതൊക്കെ ശരിക്കും ആളുകൾക്ക് കൊടുത്തിട്ട് റിവ്യൂ പറയിപ്പിക്കണം, അത്രയും ടേസ്റ്റാണ്. ഇതൊന്നും കൂടി പഴുക്കാണ്ട്, എന്നാലും ഇതൊന്ന് കഴിച്ചിട്ട് എന്താ വെച്ചാൽ അഭിപ്രായം പറയും. അടിപൊളി. കഴിച്ചിട്ടൊന്ന് പറയും, തൊലി അടക്കം കഴിക്കട്ടെ, ഒന്നും ഒഴിവാക്കണ്ട, വേസ്റ്റ് ഒന്നും ഇല്ല. എങ്ങനെയുണ്ട് അതിന് മധുരം? അടിപൊളി മധുരം. ആയിട്ടില്ല, ഒന്നും കൂടെ ആവുന്നത് ശരിക്കും തേൻ ഒലിക്കണ പോലെ ഒലിക്കും. കേട്ടോ, സത്യം പറഞ്ഞിട്ടില്ല, ആയിട്ടില്ലാഞ്ഞിട്ട് തന്നെ നല്ല അടിപൊളി. ഇത്
ഒരാള് പോലും കംപ്ലൈന്റ് പറയില്ല ഇത് ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു കംപ്ലൈന്റ്. നല്ല സീറ്റാണ്, അടിപൊളി മധുരം. ഇത് നമുക്ക് നല്ലപോലെ മാർക്കറ്റ് ചെയ്യാനും പറ്റും തോന്നുന്നു. മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ക്ലൈമറ്റിൽ ചെയ്യുമ്പോൾ എന്താ പറയുക, അതിനുള്ള അനുസരിച്ച് ഒരു പോളി ഹൗസിന്റെ അകത്തോ ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. ഇതിന്റെ ഉൾഭാഗം കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഇതാണെങ്കിൽ എല്ലാം ഒന്ന് പറിക്കാം, പക്ഷെ ഇത് പഴുക്കണുള്ളൂ. എന്താ ചെയ്യേണ്ടി, പറിക്കാട്ടോ. എന്തായാലും നമുക്കൊന്ന് പറിച്ചു നോക്കാം. എല്ലാം ബ്രൗണിന്റെ ഉൾവശം നമുക്ക് തമ്മിലുള്ള വ്യത്യാസം എല്ലാ കളർ വരുന്നതാണ്. ഇത് പഴുക്കണേ ഉള്ളൂ, എന്നാലും എന്താ ഇതിന്റെ ഭംഗിയാണ്. അതും ആയിട്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. ഇതാ ഇതൊന്ന് കഴിച്ചു നോക്കി. ഇതൊക്കെ ശരിക്കും പഴുത്ത കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്വീറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വീറ്റ്. അപ്പൊ ഇത് യെല്ലോ അതൊന്ന് കഴിച്ചു നോക്കി. അങ്ങനെ മധുരം എനിക്ക് തോന്നുന്നു മറ്റേനെക്കാട്ടി മധുരം കൂടുതലാണോ? ഏതാ മധുരം കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഇതിനെ ഒന്നും കൂടി പഴുക്കാണ്. ഇത് രണ്ടും ഒന്നും കൂടി 2 ദിവസം പഴുപ്പ്. രണ്ടും അടിപൊളി മധുരാണ്, വേറെ ലെവലാണ് സംഭവം വരുന്നത്. പരിപാലനമൊക്കെ രണ്ടും സെയിം തന്നെയാണ്. പരിപാലനം എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ വേണ്ട എന്താ വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക. കഴിയണത് പോട്ടിൽ, അതായത് തമിഴ്നാടോ പിന്നെ കർണാടക സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ മഴ ഇടയ്ക്കുള്ള മഴ ആയതുകൊണ്ട് അവിടെ ഒന്നും മണ്ണിൽ നട്ടാലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളെ ക്ലൈമറ്റ്സ് അനുസരിച്ച് ഒന്നുകിൽ ഇതേപോലത്തെ ഷീറ്റ് ഇട്ട് ഇതിൻ്റെ ചോട്ടിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മഴക്കാലമാണ് സമയത്ത് ഒന്ന് കാർ ഷെഡിലേക്ക് മാറ്റി വെക്കുക. അടുത്ത വേനലോട് കൂടിയിട്ട് അടിപൊളി പഴങ്ങളുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും, കഴിക്കുകയും ചെയ്യുക. അടിപൊളിയായിരിക്കും. ഇതെല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുള്ളൂ. നല്ലൊരു മെഡിസിൻ പ്ലാന്റ് ആണ്. ഡ്രൈ ഫ്രൂട്ടായിട്ടൊക്കെ വരുന്ന സംഭവം ഇത് തന്നെയാണ്. ഇത് നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഇതിൽ എത്രത്തോളം വേണം? നന കൊടുക്കണം, പക്ഷെ തീരെ നന കൊടുക്കണം. പക്ഷെ കഴിയുന്നതും ഇലമ്പക്ക് നന വഴാതെ താഴെ ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കടയിൽ മാത്രമായിട്ട് നനച്ചു കൊടുക്കണം ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ചെറിയ ചട്ടിയിൽ തന്നെ നമുക്ക് വെച്ചിട്ട് അതൊക്കെ ചെറിയ കവറിലല്ലേ. ഇതാ എന്തുണ്ടോ ഇത് നോക്കി, കൈകൊണ്ട് എടുക്കാൻ പറ്റും. ഇതിൽ പഴം കണ്ടോ കഴിച്ചു. നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെട്ടാലോ? തൈകൾ ഓക്കെ ഓക്കെ, ഞാൻ ഇതൊന്ന് കഴിക്കണ്ടേ. ഓക്കെ, വ്യക്തിയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ, അതായത് കേരളത്തിൽ തന്നെ ഇത്രയും കളക്ട് ചെയ്ത വ്യക്തി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ അറിവിൽ ഇത്രയും, കാരണം ഒരുപാട് അത്തികൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ എനിക്ക് വന്നത് മൊത്തം പുറത്തുനിന്ന് വന്ന അത്തികളാണ്. ഏകദേശം 10-12 വെറൈറ്റികളും ഇപ്പം ഉണ്ട്. പിന്നെ ഒരു 10 വെറൈറ്റി പുതിയത് വന്നിട്ടുണ്ട്. അതൊന്നും സെയിലിനുള്ള ഇതിലെത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം അറേബ്യൻ വെറൈറ്റീസ് ആണ്. അറേബ്യൻ വെറൈറ്റി, ഈജിപ്ഷ്യൻ ഉണ്ട്, പിന്നെ ഇന്തോനേഷ്യ ഉണ്ട്, പിന്നെ സൗദിന്ന്, UAE, അഫ്ഗാനിന്ന്, പിന്നെ US ഒക്കെ കളക്ട് ചെയ്ത വെറൈറ്റികളാണ്. അത് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ നമ്മളെല്ലാം കായ്പിച്ചു. എല്ലാ റിസൾട്ട് നമ്മളിവിടെ വരുത്തിച്ചാണ്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പക്ഷേ ഈ എന്തെങ്കിലും ചെയ്ത് ഇത് കായ്ക്കൂല. നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ പിന്നെ വളങ്ങൾ കൂടുതൽ കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വളങ്ങൾ കൊടുക്കാനോ ഒന്നുമല്ല. വെയിലാണ് ഇതിന് മുഖ്യം. പിന്നെ മഴ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മഴ കൊള്ളാണ്ടിരിക്കാനും പോട്ടിൽ ചെയ്തിട്ട് നമ്മൾ പിന്നെ മഴക്കാലത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പോളി ഹൗസ് ഇതേപോലെ ഷീറ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വരുമാനം കിട്ടും. നിങ്ങൾക്കറിയാം, ഒരു 4 അത്തിപ്പഴമൊക്കെ നമ്മൾ പൂനെയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. 4 അത്തിപ്പഴത്തിനൊക്കെ അവിടെ 100-150 രൂപയ്ക്കാണ് പഴം വാങ്ങുന്നത്. അത്രയും വലിയ പഴങ്ങളാണ് നിങ്ങൾ കായ്ക്കുന്നത്. അപ്പോൾ ഇതൊരു വാണിജ്യാടിസ്ഥാനത്തിലും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ നല്ല വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കേരളത്തിൽ കുറേ അന്വേഷിച്ചിട്ടും ഇപ്പോൾ ഏകദേശം എല്ലാ വലിയ നഴ്സറികളും പിന്നെ പ്രമുഖ നഴ്സറികളും നമ്മുടെ അടുത്തുള്ള തൈകൾ എടുക്കുന്നുണ്ട്. എന്തായാലും അവർ കൊണ്ടുപോയാലും ഇവിടുന്ന് വാങ്ങിയാലും എന്തായാലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഞാൻ അവർക്കൊക്കെ കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഇവിടെ പൂർണ്ണമായിട്ടും പൂർണ്ണ റിസൾട്ട് ഉള്ളതാണ്. നമുക്ക് ഹോൾസെയിൽ ആയിട്ടും കൊടുക്കാൻ പറ്റും.